ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും ഡീസൻ്റായ വ്യക്തി എന്നൊരു ലേബൽ അൻസിബ തുടക്കത്തിൽ നേടിയെടുത്തു. വ്യക്തമായ നിലപാടുള്ള വ്യക്തി, നല്ല പെരുമാറ്റം, വഴക്കുണ്ടാക്കാറില്ല എന്നൊക്കെ അൻസിബയെ പറ്റി വിചാരിച്ചിരുന്നവർ ഇപ്പോൾ അത് മാറ്റി ചിന്തിച്ചു തുടങ്ങിയോ? കാരണം പവർ റൂമിൽ കയറിയത് മുതൽ അൻസിബ ആളാകെ മാറി. ശക്തമായ ചില തീരുമാനങ്ങൾ അൻസിബ എടുത്തത് പവർ റൂമിൽ ഉള്ള മത്സരാർത്ഥികളുടെ മേലെ ഒരു ആധിപത്യം ഉറപ്പിച്ചപ്പോഴും അത് കഴിവായി എല്ലാവരും അംഗീകരിച്ചു. പക്ഷേ പരദൂഷണം എന്ന ഏറ്റവും മോശം സ്വഭാവം തുടർന്ന് അൻസിബ പുറത്തെടുത്തപ്പോൾ അൻസിബയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നവരെല്ലാം അത് തിരുത്തേണ്ടി വന്നു. പവർ റൂമിൽ അൻസിബ തീരുമാനങ്ങൾ എല്ലാം തന്നെ വ്യക്തിവിരോധത്തിൽ നിന്നും എടുത്തതാണ് എന്ന് വ്യക്തമാണ്. അപ്സര, ജാസ്മിൻ, ജിൻഡോ, സിജോ എന്നിവരെ പറ്റി എല്ലാം അൻസിബ മോശമായി പറയുന്നുണ്ട്. അൻസിബയ്ക്ക് അല്പം താല്പര്യമുള്ളത് ഋഷിയോട് മാത്രം. കാരണം താൻ എന്ത് പറഞ്ഞാലും ഋഷി അതേപടി അനുസരിക്കും. ഇന്നലെ ജാസ്മിൻ റസ്മിൻ വഴക്കുണ്ടായി കഴിഞ്ഞ് അൻസിബ പോയിരുന്ന് കരയുന്നുണ്ട്. അതിന് കാരണം പിന്നീടാണ് അൻസിബ പറയുന്നത്. ആ വഴക്കിന് പ്രധാന കാരണം അൻസിബ തന്നെയാണ് എന്നുള്ള കുറ്റബോധം അൻസിബയ്ക്കില്ല. പകരം ജാസ്മിൻ സ്റ്റൗ ഓഫ് ചെയ്തപ്പോൾ സ്റ്റൗവിന്റെ മേൽ വെച്ചിരുന്ന എണ്ണ എങ്ങാനും മറിഞ്ഞ് വീണ് നമുക്ക് ആർക്കെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അൻസിബ ആലോചിച്ചത്. റസ്മിൻ ജാസ്മിന്റെ കൈ തട്ടിക്കളഞ്ഞപ്പോഴും കഴുത്തിന് പിടിച്ചപ്പോഴും എല്ലാം റസ്മിന്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റുമെന്ന് നമ്മൾ നേരിൽ കണ്ടതാണ്. പക്ഷേ അൻസിബ മാത്രം പറയുന്നു തെറ്റ് 100% ജാസ്മിന്റെ ഭാഗത്താണെന്ന്. കൂടാതെ ഇന്ന് അൻസിബ ഋഷിയോട് പറയുന്നുണ്ട്, ജാസ്മിൻ എന്ന വ്യക്തിയോട് തനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. താൻ ശപിച്ചു പറയുകയാണ്, അവൾ ഫൈനൽ വരെ എത്തുകയില്ല, അവൾ വെറും ഫേക്കാണ് എന്നെല്ലാം. ഗബ്രിയോട് താൻ ക്ഷമിച്ചത് ആത്മാർത്ഥമായിട്ടാണ്, പക്ഷേ ഇവളോട് മാത്രം താൻ ക്ഷമിക്കില്ല. അതുപോലെ വഴക്കിന്റെ സമയത്ത് പിടിച്ചു മാറ്റാൻ ചെന്ന അപ്സരയെയും അൻസിബ വെറുതെ വിടുന്നില്ല. അവൾ ഷൈൻ ചെയ്യാൻ മാത്രമാണ് അങ്ങനെ ചെയ്തത് എന്ന് അൻസിബ പറയുന്നു. അൻസിബ പവർ ടീമിൽ കയറിയതിൽ സന്തോഷിച്ചിരിക്കുന്ന ജിൻഡോയെയും അൻസിബ വെറുതെ വിടുന്നില്ല. ജിൻഡോയും വെറും കള്ളത്തരമാണ് കാണിക്കുന്നത് എന്നാണ് അൻസിബ ആരോപിക്കുന്നത്. രണ്ടാമത് വന്ന ശേഷം സിജോ ഒന്നും ചെയ്യുന്നില്ല, അയാൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുകയാണ് എന്നെല്ലാം അൻസിബ ഋഷിയോട് പറയുന്നുണ്ട്. എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു നിലപാടില്ലാത്ത ഋഷി സിജോയുടെ ഗ്രാഫ് താഴേക്കാണെന്ന് പറഞ്ഞ അൻസിബയ്ക്ക് താമസിക്കാതെ ബോധ്യപ്പെടും തന്റെ ഗ്രാഫ് താഴെ എത്തി എന്നുള്ളത്. പവർ റൂം വിട്ട് പുറത്തു വരാൻ അൻസിബ തീർച്ചയായും നോമിനേഷനിലാവുകയും പുറത്തു പോവുകയും ചെയ്യുമെന്ന് ഇപ്പോൾ ഉറപ്പാണ്.